ഹലോ ഗായ്സ്, വെൽക്കം ഓൾ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ റോസ് ഫ്ലവർ ബുക്ക് ചാമാണ്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഈസി ആയിട്ട് ചെയ്യാവേ. സോ ലെറ്റ്സ്. ബുക്ക് മാർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 3.5 mm ഹുക്കാണ്. നിങ്ങൾക്ക് 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കോട്ടൻ്റെ യാണാണ് ഇത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടും കോട്ടൻ്റെ യാണാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സിസേഴ്സ് ആൻഡ് നീഡിൽ. നിങ്ങൾക്ക് ആക്രിലിക്കോ അല്ലെങ്കിൽ കോട്ടൺ ആക്രിലിക് ബ്ലെൻഡോ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റം. അപ്പോൾ നമുക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആണ് നല്ലപോലെ ലൂസാക്കി കൊടുക്കുക. അപ്പോൾ പ്രോജക്റ്റ് നമ്മൾ ഇത് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കുമേ. സോ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് നോട്ടാണ്. സ്ലിപ്പ് നോട്ട് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഞാനിങ്ങനെ ഹോൾഡ് ചെയ്യുക, ഇതിങ്ങനെ ബാക്കിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഒരു എക്സ് ആക്കുക. സി ഇങ്ങനെ ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ എക്സ് ചെയ്യുക, എന്നിട്ട് കൈ ഇങ്ങനെ ടേൺ ചെയ്യുക, എന്നിട്ട് ഈ ഫിംഗേഴ്സ് വെച്ച് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ഫസ്റ്റ് യാൻ്റെ താഴെ കൂടെ ഹൂക്ക് കയറ്റുക, എന്നിട്ട് അടുത്ത യാൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഹൂക്ക് ഗ്രാബ് ചെയ്യുക. നെക്സ്റ്റ് യാണിങ്ങനെ ഗ്രാബ് ചെയ്യുക, എന്നിട്ട് ഇത് ഈ യാൻ്റെ താഴെ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫിംഗേഴ്സ് ഒന്ന് മാറ്റുക, എന്നിട്ട് ഇതൊന്ന് അഴിച്ചു കൊടുക്കാം. സി ഇങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഇടുന്നത്. നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 52 ചെയിൻസ് ഇടണം. സോ നമുക്ക് എങ്ങനെയാണ് ചെയിൻ ഇടുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ടെയിൽ യാൻ, ഇതാണ് വാക്കിംഗ് യാൻ. ഇവിടെയാണ് നമ്മളിനി ചെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ചെയിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് യാൺ ഓവർ, ഇങ്ങനെ യാൺ ഓവർ നമ്മുടെ ഹുക്കിലുള്ള ഈ ലൂപ്പിൽ കൂടെ പുൾ ചെയ്തെടുക്കാം. ആ ലൂപ്പിൻ്റെ അകത്തൂടെ ഇങ്ങനെ എടുക്കാം. ചെയിൻ 1, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ. അപ്പോൾ നമ്മൾ ടോട്ടൽ 52 ചെയിനാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി 51 ചെയിൻ. യാൺ ഓവർ, പുൾ ത്രൂ ദ ലൂപ്പ്, യാൺ ഓവർ, പുൾ ത്രൂ ദ ലൂപ്പ്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 52 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ റൗണ്ട് 1. നമുക്ക് റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഇതേ ഈ ചെയിൻ കണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ, ഹൂക്കിൽ നിന്നുള്ള ഫസ്റ്റ് ചെയിൻ 1, അതിൻ്റെ താഴത്തെ ചെയിൻ 2, അതിൻ്റെ താഴത്തെ ചെയിൻ 3. ഈ 3 ചെയിനും ലീവ് ചെയ്യാം. 1, 2 and 3. എന്നിട്ട് നമ്മൾ ഫോർത്ത് ചെയിൻ, ഇതാണ് ഫോർത്ത് ചെയിൻ, ഇതിലോട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാവേ. സോ അതെ നോക്കിക്കേ, 1, 2, 3 ഈ 3 ലീവ് ചെയ്തിട്ട് ഈ 4ാമത്തെ ചെയിനിൻ്റെ ഈ സെൻറ്റർ സ്പേസിലോട്ട് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 1, 2, 3 ആദ്യത്തെ 3 ചെയിൻ ലീവ് ചെയ്തിട്ട് 4ാമത്തെ സ്പേസിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രം ദ ഹൂക്ക്. ഓക്കെ, സോ ഡബിൾ ക്രോഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ യാൺ ഓവർ, ഇങ്ങനെ യാൺ ഓവർ ചെയ്യുക. ഈ 4ാമത്തെ ചെയിൻ സ്പേസ് 1, 2, 3, 4 ഈ 4ാമത്തെ ചെയിൻ സ്പേസിലോട്ട് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ ആണ് ഇങ്ങനെ ഗ്രാബ് ചെയ്തിട്ട് നമ്മളത് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്ത ആ സ്പേസിൽ കൂടെ പുറത്തെടുക്കാം. ഇങ്ങനെ യാൺ ചെയ്തിട്ട് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്ത ആ ചെയിൻ സ്പേസിൽ കൂടെ പുറത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 1, 2, 3 3 ലൂപ്പ് വരും. എന്നിട്ട് നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഈ ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. ഇതിൽ കൂടെ എടുക്കല്ലേ, ഫസ്റ്റ് 2 ലൂപ്സിൽ കൂടെ എടുക്കുക. യാൺ ഓവർ, പുൾ ത്രൂ ദി ഫസ്റ്റ് 2 ലൂപ്പ്, ഈ ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ വീണ്ടും 2 ലൂപ്പ് വരും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 എണ്ണത്തിൽ കൂടെ എടുക്കാം, പുൾ ത്രൂ ദ 2 ലൂപ്പ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 4 ചെയിൻ ഇടാൻ പോവാണ്. യാൺ ഓവർ, ഈ ലൂപ്പിൽ കൂടെ എടുക്കുക. 1, 2, 3, 4 അപ്പോൾ 4 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ ഡബിൾ ക്രോഷയുടെ ഈ സ്പേസില്ലേ, ഈ സ്പേസ്, ആ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യുകയാണ്. അതായത് നമ്മൾ ഈ ഫോർത്ത് സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ ചെയ്തു, 4 ചെയിൻ ചെയ്തു, എന്നിട്ട് വീണ്ടും ആ സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഡബിൾ ക്രോഷ ചെയ്യാൻ യാൺ ഓവർ, എന്നിട്ട് ആ സെയിം സ്പേസിൽ ഒരു വലിയ സ്പേസ് ഉണ്ടോ, ഈ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഇങ്ങനെ ഗ്രാബ് ചെയ്ത് ആ ചെയിനിൽ കൂടെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ
3 ലൂപ്പ് വരും. 1 2 3. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. വീണ്ടും അടുത്ത നെക്സ്റ്റ് 2 ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ, 4 ചെയിൻ ആൻഡ് വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. സോ ഇനി അടുത്ത 4ാമത്തെ ചെയിനിൽ വീണ്ടും സെയിം ചെയ്യുക. ഒരു ഡബിൾ ക്രോഷേ, 4 ചെയിൻ, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ. സോ അടുത്ത 4th ചെയിൻ ഏതാണെന്ന് നോക്കാം. ദേ ഇതായിരുന്നു നമ്മുടെ ചെയിൻ. ഈ ചെയിനിലാണ് നമ്മളിപ്പോൾ ഒരു ഡബിൾ ക്രോഷേ, 4 ചെയിൻ, ഒരു ഡബിൾ ക്രോഷേ ചെയ്തത്. അപ്പോൾ അടുത്ത 4ാമത്തെ ചെയിൻ ദേ 1 2 3 ആൻഡ് 4 കണ്ടോ. ഇതാണ് നമ്മുടെ 4th ചെയിൻ. സി ദേ 1 2 3 ആൻഡ് 4. ഇതാണ് നമ്മുടെ 4ാമത്തെ ചെയിൻ. സോ 1 2 3 ആൻഡ് 4. ഈ 4th ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. യാൺ ഓവർ, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ഞാൻ ഗ്രാബ് ചെയ്ത് ആ ചെയിനിൽ കൂടെ പുറത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് വരും. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. അപ്പോൾ 2 ലൂപ്പ് വരും ഹുക്കിൽ. വീണ്ടും യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ 2. എന്നിട്ട് 4 ചെയിൻ ഇടുക. 1 2 3 ആൻഡ് 4. ഇത് നമ്മളിപ്പോൾ ആ ഡബിൾ ക്രോഷേ ചെയ്ത് ഇതേ ഈ സ്പേസ് നമുക്ക് നല്ലോണം കാണാൻ പറ്റുമേ. ആ സ്പേസിലോട്ട് ഒന്നും കൂടെ ഡബിൾ ക്രോഷേ ചെയ്യാം. സോ യാൺ ഓവർ ദേ ഈ സ്പേസിലോട്ട് ഇൻസേർട്ട് ദ ഹുക്ക്, ഗ്രാബ് ദ യാൺ, ആ ചെയിനിൽ കൂടെ പുറത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് വരും. വീണ്ടും യാൺ ഓവർ, പുൾ ത്രൂ ദ ഫസ്റ്റ് 2 ലൂപ്പ്, യാൺ ഓവർ, പുൾ ത്രൂ ദി നെക്സ്റ്റ് 2 ലൂപ്പ്. സോ ഇനി വീണ്ടും നമ്മൾ 4th ചെയിനിലോട്ട് ഡബിൾ ക്രോഷേ, 4 ചെയിൻസ് ആൻഡ് ഡബിൾ ക്രോഷേ. ഇതിങ്ങനെ ലാസ്റ്റ് വരെ റിപ്പീറ്റ് ചെയ്യാം. സോ ഇനി നമ്മുടെ 4th ചെയിൻ്റെ 1 2 3 4. ഇത് ഈ ലാസ്റ്റ് ചെയിനാണ് 4th ചെയിൻ. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്തത് കറക്റ്റായിട്ട് ചെയ്തു. ഇത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയേട്ടോ. സോ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. 1 2 3 4. അപ്പോൾ 4ാമത്തെ ചെയിൻ്റെ ഈ ലാസ്റ്റ് ചെയിനായിരിക്കും നമ്മുടെ കൗണ്ടിങ്ങിൽ. ഇവിടെ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ, 4 ചെയിൻ, ഒരു ഡബിൾ ക്രോഷേ. ഇവിടെ ചെയ്തതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. യാൺ ഓവർ ലാസ്റ്റ് ചെയിനിലോട്ട്. ഇതാണ് നമ്മുടെ 4th ചെയിൻ. ഇൻസേർട്ട് ദ ഹുക്ക്, ഗ്രാബ് ദ യാൺ ഓവർ, പുൾ ത്രൂ 2. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ പുൾ ചെയ്യുക. യാൺ ഓവർ, പുൾ ത്രൂ 2, ചെയിൻ 4 1 2 3 4. വീണ്ടും യാൺ ഓവർ അതേ ആ സെയിം സ്പേസിൽ, ആ ലാസ്റ്റ് ചെയിൻ്റെ ആ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ കൂടെ. ഇൻസേർട്ട് ദ ഹുക്ക്, ഗ്രാബ് ദ യാൺ. നമ്മൾ 3 ലൂപ്പ് വരും. അതിൽ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. യാൺ ഓവർ, പുൾ ത്രൂ 2, യാൺ ഓവർ, പുൾ ത്രൂ 2. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു 3 ചെയിൻ ഇടണേ. ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3. 3 ചെയിൻ ഇട്ടതിന് ശേഷം നിങ്ങൾ നോക്കുക, ഇങ്ങനെ ടേൺ ചെയ്യുക. സി ഇത് എൻ്റെ റൈറ്റ് സൈഡാണ്. ഞാൻ എൻ്റെ റൈറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ റൈറ്റ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ നമ്മുടെ പ്രോജക്റ്റ് ടേൺ ചെയ്യുക. ഒന്നുകൂടെ കാണിക്കാം. ഇത് എൻ്റെ റൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ ഇത് ടേൺ ചെയ്യുകയാണ്. നമ്മുടെ പ്രോജക്റ്റ് ടേൺ ചെയ്യാം. ദേ ഈ വലിയ സ്പേസിലോട്ട് ഇനി നമ്മൾ 10 ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. നമ്മളിത് പെറ്റൽസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ചെയിൻ ഇട്ടിട്ടുണ്ട്, ടേൺ ചെയ്തു. ഈ വലിയ സ്പേസിൽ സി ഈ വലിയ സ്പേസിൽ 10 ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ അതിൽ ഇൻസേർട്ട് ചെയ്യുക. ഗ്രാബ് ദ യാൺ. 3 ലൂപ്പ് വരും. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ചെയ്യുക. പിന്നെ വീണ്ടും 2 ലൂപ്പ് വരും. അതിൽ കൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യാം. നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ഈ സെയിം സ്പേസിൽ തന്നെ 9 ഡബിൾ ക്രോഷേ കൂടെ ചെയ്യണം. അപ്പോൾ ടോട്ടൽ 10 ആവും. യാൺ ഓവർ, ഇൻസേർട്ട് ദ ഹുക്ക്, ഗ്രാബ് ദ യാൺ, പുൾ ത്രൂ 2, പുൾ ത്രൂ 2. ഇപ്പോൾ 2 ഡബിൾ ക്രോഷേ ആയി. യാൺ ഓവർ, ഇൻസേർട്ട് ദ ഹുക്ക്, പുൾ ത്രൂ 2, പുൾ ത്രൂ 2. 3 ഡബിൾ ക്രോഷേ.
double crochet number 4, yarn over, insert the hook, pull through 2, pull through 2, 5, yarn over, same space lane, insert the hook, pull through 2, pull through 2, 6, yarn over, insert the hook, pull through 2, pull through 2, 7, അവിടെ തന്നെ yarn over, insert the hook, pull through 2, pull through 2, 8, yarn over, insert the hook, pull through 2, pull through 2, 9, yarn over, insert the hook, pull through 2, pull through 2. സോ നമ്മൾ ഈ സ്പേസിൽ 10 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. 10 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് സി, ഇവിടെയാണ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്തത്. അപ്പോൾ ഇത് അടുത്തത് ഇവിടെ ഈ ചെയിനിലോട്ട്, ഈ സ്പേസിലോട്ട് സി, ഇവിടെ ഡബിൾ ക്രോഷേ ചെയ്തു. ഇത് ഈ താഴെ ഓക്കെ, ഇത് ഈ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നത്, മുകളിലല്ല, ഇത് ഈ താഴെ. ഇവിടെ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെയാണ് ഡബിൾ ക്രോഷേ ചെയ്തത്. സോ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ഈ താഴത്തെ സ്പേസിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അത് നമ്മുടെ ഹുക്ക് യാൺ ഓവർ ചെയ്യേണ്ട, ഹുക്ക് ഇത് ആ വലിയ ഹോളിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാണിനെ കൊണ്ടുവരിക. യാണിനെ ഇങ്ങനെ ആ സ്പേസിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് വരും. അപ്പോൾ നമ്മൾ ആ എടുത്ത ആ ലൂപ്പ് ഈ ലൂപ്പിൽ കൂടെ എടുക്കുക. അതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. സി, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 2 ചെയിൻസ് ചെയ്യാം. യാൺ ഓവർ, ചെയിൻ 1, യാൺ ഓവർ, ചെയിൻ 2. സോ ഡബിൾ ക്രോഷേ ചെയ്തു. ഈ സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ സ്പേസിൽ മുകളിലത്തെ സി, മുകളിലത്തെ നിങ്ങൾ കാണുന്നത് മുകളിലൊരു വലിയ സ്പേസ്, താഴെ ഒരു കുഞ്ഞു സ്പേസ്. അതിലത് ഈ മുകളിൽ ഇവിടെ വീണ്ടും 10 ഡബിൾ ക്രോഷേസ് ചെയ്യാൻ പോവാം. നമ്മൾ ഇവിടെ ചെയ്തതുപോലെ 10 ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവാം. എന്നിട്ട് അടുത്ത സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, 2 ചെയിൻ ചെയ്യുക. ഇനി നമ്മൾ ഒരു 6 മോർ ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ടോട്ടൽ 7 ടൈംസ്. ഇവിടെ നമ്മൾ ഒരു ടൈം ചെയ്തു, ഇനി 6 മോർ ടൈം അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. സോ ഈ മുകളിൽ നമ്മൾ ഒരു 10 ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. yarn over, insert the hook, yarn over, pull through 2, yarn over, pull through 2, 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. സോ നമ്മൾ ആ സ്പേസിലും 10 ഡബിൾ ക്രോഷേ ചെയ്തു. അവിടെ നമ്മൾ 10 ഡബിൾ ക്രോഷേ ചെയ്തു. ഇത് ഇനി കാണുന്ന നെക്സ്റ്റ് സ്പേസ്, ഈ താഴത്തെ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ്, ഇങ്ങനൊരു ഈ താഴത്തെ സ്പേസിൽ ഇവിടെ മുകളിലും താഴെ ഒരു സ്പേസ് ഉണ്ട്, അവിടെയല്ല ഇവിടെ. ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്പേസിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ഇവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ അതിലേക്കൂടെ ഗ്രാബ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്കിലുള്ള ആ ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ആൻഡ് ഇനി ചെയിൻ 2, 1, 2. ഇനി അടുത്തത് ഈ സ്പേസിൽ, മുകളിലത്തെ ഈ സ്പേസിലോട്ട് 10 ഡബിൾ ക്രോഷേ ചെയ്യാം. ഈ മുകളിലത്തെ ഈ സ്പേസിൽ. അപ്പോൾ ഇത് ഞാൻ ഡബിൾ ക്രോഷേ വെച്ചിട്ട് ടോട്ടൽ 7 പെറ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 1, 2, 3, 4, 5, 6 and 7. അപ്പോൾ ഞാനിവിടെ ഡബിൾ ക്രോഷയിലാണ് സ്റ്റോപ്പ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ 7 പെറ്റൽസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും 7th പെറ്റൽസ് സ്റ്റോപ്പ് ചെയ്യുക.
എന്നിട്ട് ദേ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുക, ഗ്രാബ് ചെയ്ത് പുറത്തെടുക്കുക, എന്നിട്ട് ആ ലൂപ്പിൽ കൂടെ തന്നെ പുറത്തെടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി 2 ചെയിൻ ചെയ്യില്ല, പകരം ഒരു ചെയിനാണ്. ചെയിൻ 1, ഒരു ചെയിൻ ചെയ്യാം. ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡു ഹാഫ് ഡബിൾ ക്രോഷ. ദേ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഇങ്ങനെ ഒരു ഷെല്ല് പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പ്. ഇതേണ്ട താഴെ ഒരു സ്മോൾ സർക്കിൾ, മുകളിലെ ബിഗ് സർക്കിൾ, അങ്ങോട്ട് ഹാഫ് ഡബിൾ ക്രോഷ. സോ ഹാഫ് ഡബിൾ ക്രോഷ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. യാൺ ഓവർ ഇട്ട് ഇവിടെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത്. ദേ ഇവിടെ ഹാഫ് ഡബിൾ ക്രോഷ. ഇൻസേർട്ട് ദ ഹൂക്ക്, യാൺ ഗ്രാബ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ 3 ലൂപ്പ് വരും. യാൺ ഓവർ എന്നിട്ട് ഈ 3 ലൂപ്പിൽ കൂടെയും പുറത്തെടുക്കുക. പുൾ ത്രൂ ദ 3 ലൂപ്സ് ഇൻ ദ ഹുക്ക്. ഇതുപോലെ ഒരു 9 ഹാഫ് ഡബിൾ ക്രോഷയുടെ ചെയ്യണം. അതായത് ടോട്ടൽ 10 ഹാഫ് ഡബിൾ ക്രോഷ. സോ ഒന്നുകൂടെ കാണിക്കാം. യാൺ ഓവർ, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഗ്രാബ് ചെയ്ത് പുറത്തെടുക്കുക. യാൺ ഓവർ, പുൾ ത്രൂ ദി 3 ലൂപ്സ്. യാൺ ഓവർ, യാൺ ഓവർ, പുൾ ത്രൂ ദ 3 ലൂപ്സ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 3 ഹാഫ് ഡബിൾ ക്രോഷ ചെയ്തിട്ട് ഇനി 7 മോർ ചെയ്യാം ആ സെയിം സ്പേസിൽ. 4 5 6 7 8 9 10. സോ നമ്മൾ ആ സ്പേസിൽ 10 ഹാഫ് ഡബിൾ ക്രോഷ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ഷേപ്പിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ദെൻ ചെയിൻ 1. വീണ്ടും നമ്മുടെ നെക്സ്റ്റ് സ്പേസിലോട്ട് 10 ഹാഫ് ഡബിൾ ക്രോഷ. ഇവിടെ ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യുക. യാൺ ഓവർ, ഇൻസേർട്ട് ചെയ്യുക, യാൺ ഗ്രാബ് ചെയ്തെടുക്കുക. 3 ലൂപ്പ് വരും. യാൺ ഓവർ 3 എണ്ണത്തിൽ കൂടെ എടുക്കുക. അതാണ് ഹാഫ് ഡബിൾ ക്രോഷ. സോ ഇതുപോലെ ഒരു 9 എണ്ണം കൂടെ ആ സെയിം സ്പേസിൽ ചെയ്യാവേ. 2 3 4 5 6 7 8 9 and 10. സോ നമ്മൾ 10 ഹാഫ് ഡബിൾ ക്രോഷ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ട്രയാങ്കുലർ സ്പേസിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ചെയിൻ 1. ഇതേ വീണ്ടും ഇവിടെ ഒരു 10 ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഒരു 10 ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യുക. മൂന്ന് ലൂപ്പിൽ കൂടെയും പുറത്തെടുക്കുക. യാൺ ഓവർ 2 3 4 5 6 7 8 9 and 10. സോ നമ്മൾ 10 ഹാഫ് ഡബിൾ ക്രോഷ 3 ടൈംസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെ നമ്മൾ ഡബിൾ ക്രോഷയിലാണ് സ്റ്റോപ്പ് ചെയ്താൽ ഇവിടെ ഹാഫ് ഡബിൾ ക്രോഷ, ഇവിടെ ഹാഫ് ഡബിൾ ക്രോഷ, ഹാഫ് ഡബിൾ ക്രോഷ.
ഇനി നമ്മൾ നെക്സ്റ്റ് ഫുള്ള് ചെയ്യാൻ പോകുന്നത് 10 സിംഗിൾ ക്രോഷേ വെച്ചിട്ടാണ്. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ ട്രയാങ്കുലർ സ്പേസിൽ ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ടുള്ള ഈ ട്രയാങ്കുലർ സ്പേസിലോട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. സോറി എന്തായിരുന്നു മിസ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ 1 ഒരു ചെയിൻ ചെയ്യാം. ചെയിൻ 1 എന്നിട്ട് ദേ ഇവിടെ 10 സിംഗിൾ ക്രോഷേ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയിൻ 1, 10 സിംഗിൾ ക്രോഷേ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയിൻ 1, 10 സിംഗിൾ ക്രോഷേ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയിൻ 1. സോ നമ്മളിത് ഇവിടെ 10 സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. സിംഗിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. യാൺ ഓവർ ചെയ്യേണ്ട, ഹൂക്ക് ഡയറക്റ്റ്ലി ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യേണ്ട, ഹൂക്ക് ഡയറക്റ്റ്ലി ആ സ്പേസിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ യാൺ ഗ്രാബ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ ഈ ഹുക്കിലുള്ള 2 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷേ. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് ഇനി 9 എണ്ണം കൂടെ സെയിം സ്പേസിൽ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഗ്രാബ് ചെയ്തെടുക്കുക, യാൺ ഓവർ ആ 2 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. നമ്പർ 2, നമ്പർ 3 ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഗ്രാബ് ചെയ്തെടുക്കുക, യാൺ ഓവർ ചെയ്യുക. നമ്പർ 3, 4, 5, 6, 7, 8, 9, 10. സോ നമ്മൾ 10 സിംഗിൾ ക്രോഷേ ആ സ്പേസിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഈ ട്രയാങ്കിൾ ഷേപ്പിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ ഇവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ചെയിൻ 1 എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഈ സ്പേസിലോട്ട് വീണ്ടും 10 സിംഗിൾ ക്രോഷേ ചെയ്യുക. സിംഗിൾ ക്രോഷേ ചെയ്യാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക സ്പേസിൽ, യാൺ ഓവർ, പുൾ ത്രൂ ടു 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സോ നമ്മൾ 10 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. 2 സ്പേസിലായിട്ട് 10 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യുക, 10 സിംഗിൾ ക്രോഷേ ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം സൂക്ഷിക്കണം, ഇത് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ഇവിടെ 10 സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഈ സ്പേസ് ക്ലോസ് ആവാതെ സൂക്ഷിക്കണം. ഇവിടെ ഒന്ന് കൈ വയ്ക്കാം. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച്, 10 സിംഗിൾ ക്രോഷേ, ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച്. അല്ലെങ്കിൽ നമ്മളിവിടെ സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയും കൂടി ഇങ്ങനെ അങ്ങ് കവർ ചെയ്തു പോകും. സോ നമുക്കിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. സോ അതൊന്ന് സൂക്ഷിക്കണേ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ചെയിൻ 1 ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് ആൻഡ് ചെയിൻ 1. സോ നമ്മുടെ ലാസ്റ്റത്തെ ഈ വലിയ സ്പേസിലോട്ട് 10 സിംഗിൾ ക്രോഷേ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സോ നമ്മൾ 10 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്.
ഇനി ദേ ഈ താഴത്തെ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കണ്ടോ, ഈ 10 സിംഗിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ഇതല്ല, ഈ സ്പേസ് കോണല്ല, ഈ സ്പേസിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്ലിപ്സ് ചെയ്തു. ഇനി ഒരു ചെയിൻ 1 ചെയ്തു. ഇനി നമ്മൾ ഈ ആൺ കുറച്ചൊന്ന് ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്യുകയാണ്. സോ കുറച്ച് ലെങ്ത്തിൽ ലീവ് ചെയ്യാം, ഇത്രയും ലെങ്ത്തിൽ ലീവ് ചെയ്യണേ. ഇട്ടൊന്ന് നമ്മൾ യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ പുൾ ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് യാൺ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് സിംഗിൾ ക്രോഷ്യ ചെയ്ത് നിർത്തിയ സ്പേസാണ്. ഇനി ഇതിങ്ങനെ ഒന്ന് ടേൺ ചെയ്യുക, തിരിച്ചിട്ട് നമ്മളിനി ഒരു റോസ് ഫ്ലവർ ഫോം ചെയ്യാൻ പോവാണ്. ഇത് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതായത് ഈ പെറ്റൽ ടു ഈ പെറ്റൽ ഇങ്ങനെ, എന്നിട്ട് ഇത് മാറ്റി കൊടുക്കുക. ഇത് വീണ്ടും മടക്കുക, ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ ലെവൽ ചെയ്തിട്ട് ടേൺ ചെയ്യുക, വീണ്ടും ടേൺ ചെയ്യുക, ടേൺ ചെയ്ത് ഇതിങ്ങനെ കുറച്ചുകൂടി ഈസി ആയിട്ടൊന്ന് തിരിച്ചു വയ്ക്കാം. ഇതുപോലെ ഇങ്ങനെ ടേൺ ചെയ്തെടുക്കാം. സി, നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ചെയ്ത് ലോങ് എൻഡ് എടുക്കുക. ലോങ് എൻഡ് സിംഗിൾ ക്രോഷ്യ ചെയ്തത് അറിയാൻ പറ്റും. ഇത് കുറച്ച് വലുതാണ്, ഇവിടെ ചെറുതാണ്. ഇതെടുക്കുക. നമ്മളിങ്ങനെ ടേൺ ചെയ്ത് പോവുക. ഇവിടേക്ക് ഇങ്ങനെ കറങ്ങിയിരിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ടേൺ ചെയ്യുക 3 4 5. ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ടേൺ ചെയ്താൽ മതി. 6 7 8 9 10 11. സി, എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൈ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത ലോങ് എൻഡും ഉണ്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ട ആ ടെയിൽ എൻഡുണ്ട്. സോ ഇനി ഈ ലോങ് എൻഡ് എടുക്കുക. ലോങ് എൻഡ് എടുത്തിട്ട് അത് നീഡിലോട്ട് ഇൻസേർട്ട് ചെയ്യാവേ. സോ നമ്മൾ നീഡിലിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിത് ഈ ഫ്ലവർ ഇങ്ങനെ ഈ ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീവ് ചെയ്യാൻ പോവാണ്. ഇത് ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ ഈ സൈഡിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള പോലെ വീവ് ചെയ്യാം. ഞാൻ ഈ സൈഡിൽ നിന്ന് ഈ നീഡിലൊന്ന് കയറ്റാണ്. ഈ സൈഡിൽ നിന്ന് നീഡിൽ കയറ്റിയിട്ട് ഈ സൈഡിൽ നിന്ന് നീഡിൽ കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ എല്ലാ പെറ്റൽസിൽ കൂടെ കെയർ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ആക്കുക. ഓക്കെ, ഇവിടെ ഈ പെറ്റൽ ഇങ്ങനെ ലൂസായിട്ടിരിക്കുക, അവിടെ നമ്മൾ വീവ് ചെയ്യും. എന്നിട്ട് നമ്മളിത് ഈ സൈഡിൽ കൂടെ എടുക്കാം. സി, നമ്മൾ ഇവിടെ സൈഡിൽ കൂടെ ഈ നീഡിലിനെ എടുക്കാം. കണ്ടോ, ഈ സൈഡിൽ കൂടെ നീഡിലിനെ പുറത്തെടുക്കാം. സൈഡ് ബൈ സൈഡാണ്. എന്നിട്ട് വലിച്ചു കൊടുക്കാം. നമ്മൾ തിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരും.
വീണ്ടും നമ്മൾ സൈഡിലോട്ട് കയറ്റിയിട്ട് ദേ ഈ പെറ്റലിൽ ഇവിടെ ഇങ്ങനെ ലൂസായിട്ടിരിക്കുകയാണ്. സോ ഈ പെറ്റലിൻ്റെയും കൂടെ സ്പേസിൽ നിന്ന് നമുക്കൊന്ന് നീഡിൽ പുറത്തെടുക്കാം. അപ്പോൾ ആ പെറ്റൽ ടൈറ്റ് ആയിക്കോളും. ടേൺ ചെയ്യുക. നമ്മൾ സെക്യൂർ ചെയ്യുക. ഒരു 5-6 പ്രാവശ്യം ഇതേപോലെ സൈഡിൽ കൂടെ കയറ്റിയിട്ട് മറ്റേ സൈഡിൽ കൂടെ പുറത്തെടുക്കാം. സൈഡിൽ കൂടെ കയറ്റുക, ഈ സൈഡിൽ കൂടെ വീണ്ടും ടേൺ ചെയ്യുക. സൈഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക, സൈഡിൽ കൂടെ പുറത്തെടുക്കുക. വീണ്ടും തിരിക്കുക, സൈഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക, ഈ സൈഡിൽ കൂടെ പുറത്തെടുക്കുക. വീണ്ടും ഇനി ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. ഈ സൈഡിൽ കൂടെ കയറ്റുക, ഈ സൈഡിൽ കൂടെ പുറത്തെടുക്കാം. എന്നിട്ട് വലിക്കാം. ഇത് ടെയിൽ എൻഡാണ്. സി, ഇനി ഈ ടെയിൽ എൻഡും ഇത് രണ്ടും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്യാതെ ഒന്നുകൂടെ ചെയ്യാം. ഒന്നുകൂടെ ടൈ ചെയ്യാം. ടൈ ചെയ്തിട്ട് നമ്മൾ ഈ ബാക്കി വന്ന ഈ രണ്ട് എൻഡും നമ്മൾ ഇതിലങ്ങ് വീവ് ചെയ്ത് ഹൈഡ് ചെയ്യാം. നമ്മൾ ഹൈഡ് ചെയ്യാൻ പോവുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഹൈഡ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു എൻഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അകത്തൂടെ എടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ അകത്തൂടെ എടുക്കുക, ഇതിൽ കൂടെ പുറത്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത എൻഡും അതുപോലെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. ചുമ്മാ ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ ആക്കാം. ഒരു 3 to 4 ടൈംസ് ചെയ്തിട്ട് ബാക്കി വന്ന ഞാനൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്യണേ, നോക്കി കട്ട് ചെയ്യണേ. കട്ട് ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിന് നമ്മൾ ചെയിനും ലീഫും ചെയ്യാൻ പോവാണ്. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്രീൻ യാൺ എടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്യുക, എക്സ് ഷേപ്പ് ആക്കുക, ടേൺ ചെയ്യുക. എന്നിട്ട് ഇവിടുത്തെ ഈ ഫസ്റ്റ് ഇതിൽ നിന്ന് നമ്മൾ ഹുക്ക് അടിയിൽ കൂടെ കയറ്റുക, മുകളിൽ നിന്ന് ചെയ്തിട്ട് ഇത് ഗ്രാബ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുക. ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഈ ഫിംഗർ മാറ്റുക. എന്നിട്ട് ഈ രണ്ട് കൂടെ ഒന്ന് വലിച്ചു കൊടുക്കാം. സോ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ ഇനി ഇത് ഈ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. സോ
ഈ ഫ്ലവർ ഇങ്ങനെ ടേൺ ചെയ്യുക. ഈ സർക്കിളിൽ നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന സ്പേസിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ലോങ് എൻഡ് ഇങ്ങനെ എടുക്കുക. ലോങ് എൻഡ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. നമ്മുടെ ഹുക്ക് വെച്ചിട്ട് യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ. ഓക്കെ, ലോങ് എൻഡ് ഇങ്ങനെ എടുക്കുക. ലോങ് എൻഡ് ഇങ്ങനെ എടുക്കുക, യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് വരും. അപ്പോൾ ഈ ലൂപ്പിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇത് നമ്മളുടെ ഇവിടെ ഫിക്സ് ആയിട്ടിരുന്നോളൂ. ഇനി നമ്മളൊരു 42 ചെയിൻസ് ചെയ്യാൻ പോവാണ്. 42 ചെയിൻസ്. സോ ചെയിൻ എങ്ങനെയാണ് ചെയ്യുന്നത്? യാൺ ഓവർ ഇതിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. 1, യാൺ ഓവർ 2, യാൺ ഓവർ 3, യാൺ ഓവർ 4. ഇപ്പോൾ ടോട്ടൽ 42 ചെയിൻസ് ചെയ്യണേ. സോ ഞാൻ 42 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത് കൂട്ടാം. സോ എനിക്കിവിടെ 42 ചെയിൻസ് മതി. ഇനി ഈ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്യാണ്. ഹുക്കിൽ നിന്നുള്ള ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാണ്. ഹുക്ക് ആ സെക്കൻഡ് ചെയിൻ്റെ സെൻറ്റർ സ്പേസിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ എടുക്കുക, അതിൽ നിന്ന് പുറത്തെടുക്കുക. യാൺ ഓവർ അതിന് രണ്ടിൽ നിന്നും എടുക്കുക. സോ നമ്മളവിടെ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇവിടെയാണ് സിംഗിൾ ക്രോഷേ ചെയ്തത്. ഇനി നെക്സ്റ്റ് ചെയിനിലോട്ട് ഇവിടെയാണ് സിംഗിൾ ക്രോഷേ ചെയ്തത്. ഇനി നെക്സ്റ്റ് ചെയിനിലോട്ട് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാണ്. യാൺ ഓവർ, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എടുക്കുക. 3 ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക. ഇനി നെക്സ്റ്റ് ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാണ്. ഇതാണ് നെക്സ്റ്റ് ചെയിൻ. യാൺ ഓവർ, yarn over, pull through 2 loops, yarn over, pull through 2 loops. ഇനി അടുത്ത 3 ചെയിനിലോട്ട് നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാണ്. ഇപ്പോൾ ട്രിപ്പിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യണേ. യാൺ ഓവർ ആൻഡ് യാൺ ഓവർ. എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ചെയിനിൽ കൂടെ പുറത്തെടുക്കുക, ഗ്രാബ് ചെയ്ത്. അപ്പോൾ 4 ലൂപ്പ് വരും ചെയിനിൽ. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. യാൺ ഓവർ, പുൾ ത്രൂ ഫസ്റ്റ് 2 ലൂപ്സ്. അപ്പോൾ 3 ലൂപ്പ് വരും. യാൺ ഓവർ, വീണ്ടും ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. പുൾ ത്രൂ നെക്സ്റ്റ് 2 ലൂപ്സ്. വീണ്ടും 2 ലൂപ്പ് വരും. യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്. ഇത് ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷേ. ഇനി അടുത്ത ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ, യാൺ ഓവർ. നമ്മൾ അടുത്ത ചെയിനിലോട്ടാണ് ഇവിടെ അടുത്ത ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. 4 ലൂപ്പ് വരും. യാൺ ഓവർ, പുൾ ത്രൂ ദി ഫസ്റ്റ് 2 ലൂപ്പ്. യാൺ ഓവർ, പുൾ ത്രൂ ദി നെക്സ്റ്റ് 2 ലൂപ്പ്. യാൺ ഓവർ, പുൾ ത്രൂ ദി ലാസ്റ്റ് 2 ലൂപ്സ്. വീണ്ടും ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. അടുത്ത സ്പേസിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത ചെയിൻ സ്പേസിൽ ഇൻസേർട്ട് ചെയ്ത് പുറത്തെടുക്കുക. യാൺ ഓവർ, പുൾ ത്രൂ ഫസ്റ്റ് 2 ലൂപ്സ്. യാൺ ഓവർ, പുൾ ത്രൂ നെക്സ്റ്റ് 2 ലൂപ്സ്. യാൺ ഓവർ, പുൾ ത്രൂ ലാസ്റ്റ്. സോ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷേ കൂടെ ചെയ്യുക. യാൺ ഓവർ, അടുത്ത ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷേ കൂടെ ചെയ്യുക. yarn over, pull through 2, yarn over, pull through 2. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ആ ഡബിൾ ക്രോഷേ ചെയ്ത ആ സെയിം സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്യുക. yarn over ചെയ്യേണ്ട. ആ സ്പേസിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഗ്രാബ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ലൂപ്പിൽ നിന്ന്
പുറത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ലീഫിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇതേ മറ്റേ സൈഡ് ഇതേ ഇവിടെയല്ലേ വരുന്നത്. ഈ സൈഡ് ഇവിടെയാണ് നമ്മൾ അടുത്ത സൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്യാം. സി ഇങ്ങനെ നമ്മളിങ്ങനെയാണ് ചെയ്തത്. ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുക ആൻഡ് ഒന്നും കൂടെ റൈറ്റിലോട്ട് ടേൺ ചെയ്യാം. ടേൺ ചെയ്തു. ടേൺ ചെയ്തിട്ട് ദേ ഇവിടെ നിന്നാണ് ദേ 1 2 3 4 5 6 7 ഇതാണ് നമ്മുടെ ടിപ്പ്. ദേ 1 2 3 4 5 6 7 ഇവിടെ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. ദേ ഇവിടെ നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. സോ ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓവർ ഇവിടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഈ ലൂപ്പിൽ കണ്ടോ, ഈ ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, ഇവിടെ ഫസ്റ്റ് ചെയിൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാൻ ഓവർ ഇതിന്ന് പുറത്തെടുക്കുക. ഇത് ഞാൻ ഓവർ പുൾ ത്രൂ ടു ഞാൻ ഓവർ പുൾ ത്രൂ ടു ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത 3 ചെയിനിലോട്ട് ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. 1 2 3 ഇവിടെ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ പോവാം. യാൺ ഓവർ ട്വൈസ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുക. അടുത്ത ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ പുൾ ത്രൂ ടു യാൺ ഓവർ പുൾ ത്രൂ ടു ഞാൻ ഓവർ പുൾ ത്രൂ ടു. ഇനി അടുത്ത സ്പേസിലോട്ട് വീണ്ടും ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. 2 ടൈംസ് ഞാൻ ഓവർ ചെയ്യുക. ഇവിടെ ഇൻസേർട്ട് ചെയ്യുക. ഞാൻ ഓവർ പുൾ ത്രൂ ടു ഞാൻ ഓവർ പുൾ ത്രൂ ടു ഞാൻ ഓവർ പുൾ ത്രൂ ടു. ഇനി ഒരു ട്രിപ്പിൾ ക്രോഷേ കൂടെ. ഞാൻ ഓവർ ഇൻസേർട്ട് ചെയ്യുക. ഇനി എടുക്കുക. യാൺ ഓവർ പുൾ ത്രൂ ടു യാൺ ഓവർ പുൾ ത്രൂ ടു യാൺ ഓവർ പുൾ ത്രൂ ടു. നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. യാൺ ഓവർ അവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ പുൾ ത്രൂ ടു യാൺ ഓവർ പുൾ ത്രൂ ടു. ഇനി അടുത്ത സ്പേസിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഈ സ്പേസിൽ യാൺ ഓവർ ഇൻസേർട്ട് ചെയ്യുക. ഞാൻ ഗ്രാബ് ചെയ്തെടുക്കുക. യാൺ ഓവർ 3 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. ഇനി നമ്മൾ ഈ ടിപ്പിൽ ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ ചെയ്യാവേ. യാൺ ഓവർ പുൾ ത്രൂ ടു. നമ്മൾ ഈ സിംഗിൾ ക്രോഷേ ചെയ്ത് ഈ സെയിം സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്യുകയാണ്. ഈ സിംഗിൾ ക്രോഷേ ചെയ്തത് ഈ വിടത് ഈ സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ 1 ഇടുക. നമുക്കിനി കട്ട് ഓഫ് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തോളാം. ചെയിൻ 1 ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വരയ്ക്കാം. സോ നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എൻഡ് ഈ ലീഫിൻ്റെ ബാക്കിലോട്ടായിട്ട് ഇവിടെ വീവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീവ് ചെയ്യാം. സോ നമ്മളിനി വീവ് ചെയ്യാൻ പോവാണ്. ലീഫിൻ്റെ ഫ്രണ്ടിൽ ലീഫിൻ്റെ ബാക്കിലായിട്ട് വീവ് ചെയ്യാണ്. അപ്പോൾ വീവ് ചെയ്യാൻ നമുക്കിഷ്ടമുള്ളൊരു സ്പേസിൽ കൂടെ നമുക്കൊന്ന് വീവ് ചെയ്യാം. ഇത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നീഡിൽ കയറ്റാണ്. നീഡിൽ കയറ്റി വീണ്ടും ഞാനത് അടുത്ത ഈ സ്പേസിൽ ഒന്ന് നീഡിൽ കയറ്റാണ്. വീണ്ടും ഈ അടുത്ത ഈ സ്പേസിലോട്ടൊന്ന് നീഡിൽ കയറ്റാണ്. വീണ്ടും ഈ അടുത്ത ഈ സ്പേസിലോട്ടൊന്ന് നീഡിൽ കയറ്റാണ്. അടുത്ത ഈ സ്പേസിലോട്ടൊന്ന് നീഡിൽ കയറ്റാണ്. എന്നിട്ട് ഇങ്ങനെ
ഇങ്ങോട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒന്നിങ്ങനെ പുൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്യാം. എനിക്ക് സെക്യൂർ ആണെങ്കിൽ ഇനിയും കൂടെ സെക്യൂർ ചെയ്യാം. ഇത്രയും മതി. ഇതൊന്ന് നോക്കി ചേർത്തൊന്ന് കട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ ബാക്കിലുള്ള ഇതും ഒന്ന് സെക്യൂർ ചെയ്യാം. ഇപ്പോൾ ഒന്ന് സെക്യൂർ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഒന്ന് കയറ്റാം. വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് പുറത്തെടുക്കാം. എന്നിട്ട് ഒന്ന് സോ നമ്മുടെ ബുക്ക് ഷാം നല്ല പ്രിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് വന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഇനിയും ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഡു സപ്പോർട്ട് മീ ഗൈസ്. ബൈ, സീ യു സൂൺ.